ഹായ് എവരി വൺ, വെൽക്കം ടു ജുബോർഡ്. എല്ലാവർക്കും ജുബോർഡിലേക്ക് സ്വാഗതം. നമ്മൾ എന്താണ് ഫസ്റ്റ് 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3ാമത്തെ പാഠം പഠിക്കാൻ പോകണല്ലോ. നമ്മൾ സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിലെ 3rd ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. അഥവാ പൊതുഭരണം എന്നുള്ള പാഠം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവുകയാണ്. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ പല കുട്ടികൾക്കും ഡൗട്ട്, നമ്മൾ ഫോക്കസ് ഏരിയ മാത്രമാണോ ഈ ഒരു സെഷൻ എടുക്കുന്നത്? അല്ല, ഫോക്കസ് ഏരിയയും എടുക്കും, നോൺ ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്യും, അതിനുശേഷം നമ്മൾ നോൺ ഫോക്കസ് ഏരിയ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുക എന്താ, ഫോക്കസ് ഏരിയ. അതിനുശേഷം നമ്മൾ നോൺ ഫോക്കസ് ഡിസ്കസ് ചെയ്യുക. കാരണം എന്താ, നമ്മുടെ സോഷ്യൽ സയൻസിന്റെ 70% ഫോക്കസ് ഏരിയ ആണ് ചോദിക്കുക. നമ്മൾ ഫോക്കസ് ഏരിയക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനുശേഷം നോൺ ഫോക്കസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ചാപ്റ്റർ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നോൺ ഫോക്കസ് ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ റെഡി ആണ്? ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് എന്ത്, പൊതുഭരണം എന്ന് പറയുന്നത്. വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ റെഡി ആയിരിക്കുക, പഠിച്ച് തുടങ്ങട്ടോ. നിങ്ങൾ സോഷ്യൽ സയൻസ് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു വീഡിയോ കജാ സാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ പഠിക്കുക. അത് ആ ടെക്നിക്ക് കൊണ്ട് അതേപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ സെക്കൻഡ് ചാപ്റ്ററിന്റെ അവസാനം എന്ത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ പഠിക്കണം സോഷ്യൽ സയൻസ് എങ്ങനെ പഠിക്കണം, സെക്കൻഡ് ചാപ്റ്ററിന്റെ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കേട്ടിട്ട് നിങ്ങൾ സെറ്റായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ എല്ലാവർക്കും A+ കിട്ടണം. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ജുബോർഡ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിങ്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും A+ കിട്ടട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രം നിങ്ങൾക്ക് അപ്ഡേറ്റ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്ററിന്റെ പേര് പൊതുഭരണത്തിൽ ഫോക്കസ് ഏരിയ വരുന്നത് 4 ടോപ്പിക്കാണ്. 4 ടോപ്പിക്കാണ് ഇവിടെ വരുന്നത്, ഫോക്കസ് ഏരിയ വരുന്നത്. ഒന്ന്, പൊതുഭരണം എന്താണ് എന്ന്. രണ്ടാമത്തത് പൊതുഭരണത്തിന്റെ പ്രാധാന്യം. മൂന്നാമത്തത് ഉദ്യോഗസ്ഥവൃന്ദത്തിന്റെ സവിശേഷത. നാലാമത്തത് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇത്രയുമാണ് ഫോക്കസ് ഏരിയ വരുന്നത്. ഇതിനുശേഷം ഇത് 4 നമ്മൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഈ വീഡിയോയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നോൺ ഫോക്കസ് ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്യും, അതിനുശേഷം നമ്മൾ നോൺ ഫോക്കസ് ഏരിയയും എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് പൊതുഭരണത്തിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തു വെക്കണം. എന്താണ് പൊതുഭരണം? അത് ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പൊതുഭരണം എന്ന് പറഞ്ഞു. ഈ 2 വേർഡ്, ഈ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ള 2 വേർഡാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും, അതായത് ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റ് നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുക. രാജ്യത്തെ വികസിപ്പിക്കുക, ആ രാജ്യത്തുള്ള ജനങ്ങളെ നല്ല രീതിയിൽ ഭരിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ രാജ്യത്തുള്ള ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, പൊതുഭരണം എന്ന് പറയുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഈ യെല്ലോ കളർ കാണിച്ചിട്ട് 2 വാക്കുകളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്താ? ഭൗതിക സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും. ഈ 2 വേർഡാണ് എന്ത്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഇത്രയുമാണ് പൊതുഭരണത്തിന്റെ ഡെഫിനിഷൻ. ഇത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചേക്കാം. അപ്പൊ ഒരു രാജ്യത്ത്, ആ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നത് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, പൊതുഭരണം എന്ന് പറയുന്നു. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ഇങ്ങനെ പറയാം, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഇംഗ്ലീഷ് പറയാറുണ്ട്. അതേപോലെ എന്താ, ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പൊതുഭരണം. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഇത് മൊത്തത്തിൽ ഓർത്താൻ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് പൊതുഭരണം എന്ന് പറയുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കട്ടെ. മൊത്തം പഠിക്കാൻ ശേഷം 3 വരികൾ ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ 2 പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവം, ഈ 2 വേർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സോഷ്യൽ സയൻസ് എങ്ങനെ പഠിക്കേണ്ടേ, നമുക്ക് ഡെഫിനിഷൻ പഠിക്കാനുണ്ടെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ് അല്ലെങ്കിൽ വാക്യങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? യെസ്. അടുത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മുതൽ 4 മാർക്ക് വരെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പൊതുഭരണത്തിന്റെ പ്രാധാന്യം. ഈ 4 പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പൊതുഭരണത്തിന്റെ പ്രാധാന്യം. വെറും 4 പോയിന്റ് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. വെറും 4 പോയിന്റ്. പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്നുള്ള ഈ 4 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, പഠിച്ചേ പറ്റും. ഒന്നാമത് എന്താ, ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപപ്പെടുത്തുക. പിന്നെ രണ്ടാമതാണെന്ത്, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു.
ആ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. മൂന്നാമത്തെ എന്താ? ജനക്ഷേമം ഉറപ്പാക്കുന്നു. ആ നാട്ടിലുള്ള ജനങ്ങളുടെ ക്ഷേമം എന്ത് ചെയ്യുക? ഉറപ്പാക്കുക. നാലാമത്തെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? റോഡില്ലാത്തതും തോടില്ലാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. അത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഈ 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ സിമ്പിൾ ആണ്. ഒന്നാമത്തെ എന്താ? ഗവൺമെന്റ് നയങ്ങൾ എന്നുള്ള വാക്കോർത്ത് വെക്കുക. രണ്ടാമത്തതിൽ ജനക്ഷേമം എന്നുള്ള വാക്കോർത്ത് വെക്കുക. മൂന്നാമത്തത് ജനകീയ പ്രശ്നങ്ങൾ എന്നുള്ള വാക്കോർത്ത് വെക്കുക. നാലാമത് സാധനങ്ങളും സേവനങ്ങളും എന്നുള്ള വാക്കോർത്ത് വെക്കുക. അങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിക്കും നന്നായിട്ട് വായിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പോലെ പ്രോബ്ലംസ് എല്ലാം സോഷ്യൽ സയൻസിൽ വരിക. എന്താണ്? നിങ്ങൾ കാര്യങ്ങൾ വായിച്ചെടുത്ത് പഠിക്കുക തന്നെ വേണം. അപ്പൊ നന്നായിട്ട് വായിക്കുന്നത് ഇതേപോലെ. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയ ടെക്നിക്കാണ്. എന്താ? ഓരോ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലും നമ്മൾ ഓരോ പോയിന്റ് ഇത്തരത്തിലുള്ള വാക്കുകൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ പൊതുഭരണത്തിന്റെ പ്രാധാന്യം അത്രയും പ്രാധാന്യമുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് എക്സാമിന് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട് പൊതുഭരണത്തിന്റെ പ്രാധാന്യം. അപ്പൊ എന്താണ്? ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തൽ. ഒന്നാമത്തത് ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തൽ. രണ്ടാമത്തത് ജനക്ഷേമം. അപ്പോൾ ഓരോന്നിനും ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ പോയിന്റ് പഠിക്കുമ്പോൾ ഇത്തരത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുക? വാക്കുകൾ ഓർത്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ഇങ്ങനെ വേണം സോഷ്യൽ സയൻസ് പഠിക്കുന്നത്. എന്താണ്? ഓരോന്നിനും വാക്കുകൾ ഓർത്ത് വെച്ചിട്ട്. ഓക്കെ ആണല്ലോ? സെറ്റ്. അപ്പൊ ഈ 4 പോയിന്റ് നിങ്ങൾ എന്ത് വില കൊടുത്തും പഠിച്ചെടുത്തേ പറ്റൂ മക്കളെ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എക്സാമിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഈ 4 പോയിന്റും വളരെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുക, ജനക്ഷേമം ഉറപ്പാക്കുക, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. അപ്പൊ ഈ 4 പോയിന്റും എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചെടുക്കണം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ? യെസ്. ഇനി നമുക്ക് അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് നിങ്ങൾ ഈ ഒരു ടേബിളുള്ള കാര്യം മാത്രം പഠിച്ചാണ്. അതായത് പൊതുഭരണം എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് അല്ലേ? ആ ഗവൺമെന്റ് കീഴിൽ എന്തുണ്ടാവും? ഒരു ഉദ്യോഗസ്ഥ ഗ്രൂപ്പ് ഉണ്ടാവും. ആര് വിളിക്കുന്ന പേരാണ് ഉദ്യോഗസ്ഥ വൃന്ദം, അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് ഇംഗ്ലീഷിൽ പറയും. അവ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. അപ്പൊ ഓർത്ത് വെക്കുക, രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും ഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പൊ പേര് തന്നെ ഈ ഉദ്യോഗസ്ഥ വൃന്ദം എന്നുള്ള പേരും കൂടെ ഓർത്ത് വെച്ചാൽ ഉദ്യോഗസ്ഥ വൃന്ദം ഉദ്യോഗസ്ഥരുടെ കൂട്ടം എന്നാണ് അല്ലെ? അതായത് എന്താ? ഒരു രാജ്യത്ത് ഭരണകാര്യം നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഈ ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. 4 മാർക്കിനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ 2 മാർക്കിനോ ഒക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 4 മാർക്കിനോ അതേപോലെ 2 മാർക്കിനോ ഒക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എന്ത്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. 4 മാർക്ക് 2 മാർക്കിനൊക്കെ എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും. അപ്പൊ ഈ 5 എണ്ണമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. 1 ശ്രേണീപരമായ സംഘാടനം, 2 സ്ഥിരത, 3 യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, 4 രാഷ്ട്രീയ നിഷ്പക്ഷത, 5 വൈദഗ്ധ്യം. ഈ 5 പോയിന്റ് ചിലപ്പോൾ എന്ത് ചെയ്യും? ജസ്റ്റ് പട്ടികപ്പെടുത്താൻ മതി. ജസ്റ്റ് 2 മാർക്കൊക്കെ ചോദിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 5 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. 4 മാർക്കിന് 6 മാർക്കിനൊക്കെ ചോദിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വിവരിക്കണം. വിവരിച്ചിട്ട് വേണം എഴുതാൻ. അപ്പൊ ഇത് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നല്ല ചാൻസ് ഉണ്ട്. ഒരു 70% ചാൻസ് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. നിങ്ങൾ പഠിച്ചെടുത്തേ പറ്റൂ. എന്തായാലും പഠിക്കണം. എന്തായാലും ഇത് പഠിച്ചെടുത്തേ പറ്റൂ. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത നിങ്ങൾ പഠിക്കണം. പരമാവധി നിങ്ങൾ സമയം കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. അപ്പൊ ഈ 5 എണ്ണം 2 മാർക്കിനും 4 മാർക്കിനും ചോദിക്കും. 2 മാർക്കിനൊക്കെ ചോദിക്കാൻ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇത് ഈ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. എന്താണ്? 1 ശ്രേണീപരമായ സംഘാടനം, 2 സ്ഥിരത, 3 യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, 4 രാഷ്ട്രീയ നിഷ്പക്ഷത, 5 വൈദഗ്ധ്യം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ശ്രേണീപരമായ സംഘാടനം എന്ന് പറഞ്ഞാൽ എന്താ?
ഏതൊരു ഉദ്യോഗസ്ഥ പോലീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ DGP അതിന് താഴത്തേക്ക് ഇങ്ങനെ വന്നു ഏറ്റവും അടി ആര് വരും, കോൺസ്റ്റബിൾ വരും, അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ വരും. ഏറ്റവും മുകളിൽ DGP ഒരാളായിരിക്കും. അപ്പോൾ ഈ ഒരു ശ്രേണിപരമായ സംഘടന ഉദ്ദേശിക്കുന്നത് ഏറ്റവും മുകളിൽ ഒരു ഉദ്യോഗസ്ഥത്തിന് ഏറ്റവും മുകളിൽ ഒരാളും അവർക്ക് താഴെ ഒരുപാട് ആളുകളുണ്ടാവും. ഒരു DGP അല്ലെ, DGPക്ക് താഴെ ADGPമാർ, IG-മാർ, SPമാർ, DYSP അങ്ങനെ 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 എന്ത് ചെയ്യുന്നുണ്ട്, പോലീസിന്റെ കാര്യം എക്സാമ്പിൾ എടുക്കണം, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ശ്രേണിപരമായ സംഘടന ഉദ്ദേശിക്കുന്നത്. ശ്രേണിയാണ് അല്ലേ, അതൊരു ഒരു എന്താണ് പിരമിഡാണ് അല്ലേ. ഏറ്റവും ടോപ്പിൽ ഒരാൾ, പിന്നെ 2-3 ആൾക്കാർ, പിന്നെ 1, 2, 3, 4 ഇങ്ങനെ 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 പോകുന്നതാണ് എന്ത് ശ്രേണിപരമായിട്ടുള്ള സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏറ്റവും മുകളിൽ ഒരാളും പിന്നീട് താഴത്തേക്ക് പോകുന്തോറും എന്താണ് ആളുകളുടെ എണ്ണം, അത് ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നതാണ് എന്ത് ശ്രേണിപരമായ സംഘടന. പോലീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ DGP തരം ADGPമാർ, IG-മാർ, പിന്നെ SP, DYSP, CI, SI അങ്ങനെ 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 അടിയിലേക്ക് എന്ത് ചെയ്യുക പോവുക. രണ്ടാമത് സ്ഥിരതയാണ്. സ്ഥിരത പറഞ്ഞാൽ ഒരു റിട്ടയർമെന്റ് ഏജ് ഉണ്ട്, ഒരു വയസ്സുണ്ട്, ഒരു ഇത്ര വയസ്സ് വരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉദ്യോഗസ്ഥ ബന്ധത്തിൽ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ 56 വയസ്സ് വരെ, കേരള സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്താണ് 56 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സുള്ളൊരു കണക്കുണ്ടാവും അല്ലേ. നിങ്ങളുടെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, കുറച്ച് വയസ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യില്ല, 56 വയസ്സായി അവരെന്ത് ചെയ്യും, റിട്ടയർഡ് ആയിട്ട് പോകുന്നില്ലേ. അതാണ് എന്ത് സ്ഥിരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്ര വയസ്സ് വരെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ജോലി എടുക്കാൻ സാധിക്കൂ. അടുത്താണ് എന്ത് യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. ഓരോ ഉദ്യോഗസ്ഥ വൃന്ദത്തിലേക്കും ജോലി ചെയ്യാൻ ഇന്ന യോഗ്യത വേണം. ചിലപ്പോൾ ഡിഗ്രി പാസ്സാവേണ്ടി വരും, ചിലപ്പോൾ +2 ആയിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും SLC ആയിരിക്കും അല്ലേ. അതായത് ഓരോ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും ഉദ്യോഗസ്ഥരെ അവരുടെ യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നത് അല്ലേ. അതായത് വെറുതെ ജോലി കൊടുക്കില്ല, ഇന്ന ജോലിക്ക് ഇന്ന യോഗ്യത. അപ്പം SI ആവാൻ മിനിമം എന്ത് വേണം, ഡിഗ്രി വേണം. കോൺസ്റ്റബിൾ ആവാൻ എന്ത് വേണം, +2 വേണം. അങ്ങനെ 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 ഓരോ യോഗ്യത എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്നിനും കൊടുക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ നിഷ്പക്ഷത അല്ലേ. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും എന്ത് ചെയ്യുക, ഇന്ത്യയെ ഭരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏത് സംസ്ഥാനമായൊക്കെ രാഷ്ട്രീയ പാർട്ടികളായിരിക്കും ഭരിക്കുക. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഗവൺമെന്റ് രൂപീകരിക്കും, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യും, പ്രതിപക്ഷമായിട്ട് മാറും. അപ്പോൾ ഇവയ്ക്കിടയിൽ എന്ത് ചെയ്യണം, രാഷ്ട്രീയ നിഷ്പക്ഷത, ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും രാഷ്ട്രീയ നിഷ്പക്ഷത എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കണം. അടുത്ത വൈദഗ്ധ്യം. ഓരോ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെയും ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം, അവർ ചെയ്യുന്ന ജോലിയിൽ വിദഗ്ധരായിരിക്കണം. അവർ ചെയ്യുന്ന ജോലി വളരെ വൃത്തിയിലും കൃത്യമായിട്ടും എന്ത് ചെയ്യണം, ചെയ്യാൻ പറ്റണം. ഇത്രയുമാണ് എന്ത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. അപ്പൊ ഈ 5 സവിശേഷതകൾ ഓർത്തു വെക്കുക. ഈ 5 എണ്ണമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ അടക്കം കൊടുത്തിട്ടുണ്ട് അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ അടക്കം കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ അടക്കം പഠിച്ചു വെക്കണം. അറ്റ്ലീസ്റ്റ് എക്സ്പ്ലനേഷൻ പഠിക്കാൻ സാധിക്കുന്ന ഈ ഹെഡിങ്ങെങ്കിലും ഈ 5 പോയിന്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കാരണം 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ എക്സാമിന് ചോദിച്ചേക്കാവുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. 5 സവിശേഷതകളാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിനുള്ളത്. ഒന്ന് ശ്രേണിപരമായ സംഘാടനം, രണ്ടാമത്തേത് സ്ഥിരതയാണ്, മൂന്നാമത്തേത് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷതയാണ് നാലാമത്തേത്, അഞ്ചാമത്തേത് വൈദഗ്ധ്യം. ഈ 5 പോയിന്റും നിങ്ങൾ പഠിച്ചിരിക്കുന്നു. ഇതിന് എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ വലിയൊരു പേജ് നിറയെ എന്ത് ചെയ്തിട്ടുണ്ട്, ടേബിളായിട്ട് എക്സ്പ്ലനേഷൻ അടക്കം കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചെടുക്കുക. അത് ഫുള്ള് പഠിച്ചെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ ഹെഡിങ് തന്നെ ഉണ്ട് നിങ്ങൾക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ അല്ലേ. ശ്രേണിപരമായ സംഘടന എന്താ, ഏറ്റവും മുകളിൽ ഒരാളും പിന്നീട് എന്താണ് താഴത്തേക്ക് പോകുന്ന ആളുകൾ എണ്ണം കൂടുകയും ചെയ്യുന്നു. സ്ഥിരത പറഞ്ഞാൽ എന്താ, ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഒരു റിട്ടയർമെന്റ് ഏജ് ഉണ്ട് അല്ലെ, വിരമിക്കാനുള്ളൊരു വയസ്സുണ്ട് എന്നുള്ളത്. അടുത്ത യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. ഈ ഉദ്യോഗസ്ഥത്തിൽ ജോലി കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, ഒരു യോഗ്യത, ഇന്ന വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ എന്ത് ചെയ്യണം, കൈവരിച്ചിരിക്കണം. ശാരീരികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ എന്തെങ്കിലും യോഗ്യതകൾ കൈവരിച്ചിരിക്കണം. രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. അപ്പോൾ ഈ 5 പോയിന്റ് ഇങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചാൽ 2 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. ഇങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് എന്ത് ചെയ്യും, ഷുവറായിട്ട് കിട്ടും. അപ്പോൾ ഈ 5 പോയിന്റ് ഈ ചാപ്റ്ററിൽ മിക്കവാറും പബ്ലിക് എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. അപ്പോൾ മക്കളെ പഠിച്ചെടുക്കുക, പഠിച്ചേ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഈ ഒരു ടോപ്പിക്കിനായിട്ട് മാറ്റി വെച്ചത്. അത്രയ്ക്ക് ഈ ചാപ്റ്ററിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. അപ്പോൾ നിങ്ങൾ പഠിക്കാം. ഈ 5 പോയിന്റും ഇങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് എക്സ്പ്ലനേഷൻ അടക്കം, അതിന് എക്സ്പ്ലനേഷൻ ആകെ 2 വരികയുള്ളൂ. ആ എക്സ്പ്ലനേഷൻ അടക്കം പഠിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഈ 5 പോയിന്റ് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. ഇങ്ങനെ 4 മാർക്ക് ചോദ്യത്തിന് 5 പോയിന്റ് 2 മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ. ഓക്കെ, സോ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചെടുക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ്.
ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ടേബിൾ നിങ്ങൾ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതയിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുക, ഇതേപോലെ പഠിച്ചു വെക്കുക. അതായത് ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദ ബ്യൂറോക്രസിയെ തിരഞ്ഞെടുക്കാനുള്ളതിന് മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇന്ത്യൻ സിവിൽ സർവീസ്. അതായത് ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഇന്ത്യൻ സിവിൽ സർവീസ്. ആ ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 1 അഖിലേന്ത്യാ സർവീസ്, 2 കേന്ദ്ര സർവീസ്, 3 സംസ്ഥാന സർവീസ്. എക്സാമിന് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു 3 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പൊ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഇന്ത്യൻ സിവിൽ സർവീസ്. ആ ഇന്ത്യൻ സിവിൽ സർവീസിനെ 3 ആയി വർഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സിവിൽ സർവീസിനെ 3 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വർഗീകരിച്ചിട്ടുണ്ട്. 1 അഖിലേന്ത്യാ സർവീസ്, 2ാമത്തത് കേന്ദ്ര സർവീസ്, 3ാമത്തത് സംസ്ഥാന സർവീസ്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. അഖിലേന്ത്യാ സർവീസ് ആയാലും കേന്ദ്ര സർവീസ് ആയാലും അത് ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ആ ഫസ്റ്റ് പോയിന്റ് കോമൺ ആണ്. ഈ രണ്ടായാലും അതിന് ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്, കോമൺ ആണ്. അപ്പൊ അഖിലേന്ത്യാ സർവീസ് ആയാലും കേന്ദ്ര സർവീസ് ആയാലും ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. അതാ ഫസ്റ്റത്തെ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്ക് 2ലേക്കും ആഡ് ചെയ്യാം. നിങ്ങളുടെ എക്സാമിന് അഖിലേന്ത്യാ സർവീസും കേന്ദ്ര സർവീസും സംസ്ഥാന സർവീസും വിവരിക്കാൻ അല്ലെങ്കിൽ വിശദീകരിച്ച് ചെയ്താൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഈ 2 പോയിന്റ് നിങ്ങൾ 2 ഇതിലൊക്കെ അഖിലേന്ത്യാ സർവീസിലും കേന്ദ്ര സർവീസിലും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, അഖിലേന്ത്യാ സർവീസിലും കേന്ദ്ര സർവീസിലും എഴുതാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ളൊരു പോയിന്റ് ആണെന്ത്, ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. അത് നിങ്ങൾ പഠിച്ചെടുക്കുക. 2ാമത്തത് അഖിലേന്ത്യാ സർവീസിന് 2ാമത് പ്രത്യേകതയാണെന്ത്, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ തിരഞ്ഞെടുക്കപ്പെടും. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കപ്പെടും. ഒന്നുകിൽ എന്താവാം, കേന്ദ്ര സർവീസിലാവാം, അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലാവാം, അല്ലെ. ഒന്നുകിൽ എന്ത് ചെയ്യും, കേന്ദ്ര ഗവൺമെന്റിന് കീഴിലാവും, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ. നമ്മുടെ കലക്ടർ, അതേപോലെ കമ്മീഷണർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഇത് എക്സാമ്പിളാണ്. മമ്മൂട്ടിയുടെ കിങ്ങും സുരേഷ് ഗോപിയുടെ കമ്മീഷൻ ആലോചിച്ചാൽ മതി. അഖിലേന്ത്യാ കേന്ദ്ര സർവീസിനുള്ള അഖിലേന്ത്യാ സർവീസിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്, കിങ് ആൻഡ് കമ്മീഷണർ എന്ന് ആലോചിച്ചാൽ മമ്മൂട്ടിയുടെ സുരേഷ് ഗോപിയുടെ സിനിമയിലെ കിങ് ആൻഡ് കമ്മീഷണർ, അത് ആലോചിച്ചാൽ അഖിലേന്ത്യാ സർവീസിനുള്ള ഉദാഹരണങ്ങളാണ് ഇത്, കിങ് ആൻഡ് കമ്മീഷണർ. അത് IAS IPS. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ അതിലേക്ക് ലിങ്ക് ചെയ്ത് വെക്കുക. എന്ന് വെച്ചിട്ട് എക്സാമിന് എന്ത് ചെയ്യുക, ഇങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമയുടെ കാര്യങ്ങളോ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. പക്ഷേ എക്സാം ചെയ്തുമ്പോൾ എന്ത് ചെയ്യണം, ആ പാട്ട് അവരുടെ എഴുതി വെക്കേണ്ടത് എന്ത് ചെയ്യണം, ഈ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി വെക്കേണ്ടത്. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ. അപ്പോൾ കിങ് ആൻഡ് കമ്മീഷണർ ആലോചിച്ചാൽ മതി ഇതിന് എക്സാമ്പിൾ ആയിട്ട്. എന്തിന് എക്സാമ്പിൾ, അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമായിട്ട് നിങ്ങൾ എന്താലോചിച്ചാൽ മതി, മമ്മൂട്ടിയും സുരേഷ് ഗോപി അഭിനയിച്ച കിങ് ആൻഡ് കമ്മീഷണർ എന്നുള്ള സിനിമ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ 3 പോയിന്റ്സ് നിങ്ങൾ അഖിലേന്ത്യാ സർവീസിൽ പഠിച്ചു വെക്കുക. അടുത്തത് കേന്ദ്ര സർവീസാണ്. കേന്ദ്ര സർവീസ് എന്താ, ദേശീയ തലത്തിൽ. ഫസ്റ്റ് പോയിന്റ് സെയിം ആണല്ലേ, നമ്മൾ പറഞ്ഞു കേന്ദ്ര സർവീസ് ആയാലും അഖിലേന്ത്യാ സർവീസ് ആയാലും ദേശീയ തലത്തെ തിരഞ്ഞെടുക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഇതിന് പ്രത്യേക കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകൾ നിയമിക്കുന്നു. അഖിലേന്ത്യാ സർവീസ് എവിടേക്ക് ഉണ്ട്, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഉണ്ടെങ്കിൽ കേന്ദ്ര സർവീസ് എവിടേക്ക് മാത്രം, കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള അല്ലെങ്കിൽ അവർക്ക് അധികാരമുള്ള ഭരണവകുപ്പുകളിൽ മാത്രം എന്ത് ചെയ്യാണ്, നിയമിക്കുകയാണ് ചെയ്യുക. അത് ഓർത്ത് വെക്കണം. അഖിലേന്ത്യാ സർവീസും ഉണ്ട്, കേന്ദ്ര സർവീസും ഉണ്ട്. കേന്ദ്ര സർവീസ് എന്താ, കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ എന്ത് ചെയ്യാണ്, നിയമിക്കുകയാണ്. അഖിലേന്ത്യാ സർവീസ് ഇറങ്ങി എന്താ, കേന്ദ്ര സർവീസും ആവാം സംസ്ഥാന സർവീസും ആവാം. അപ്പൊ കേന്ദ്ര സർവീസ് ഉദാഹരണമാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്, അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ സർവീസ്. അടുത്താണെന്ത്, സംസ്ഥാന സർവീസ്. ആ പേര് തന്നെ ഉണ്ടല്ലേ, സംസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സംസ്ഥാന തലത്തിൽ എന്ത് ചെയ്യാണ്, തിരഞ്ഞെടുക്കുകയാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകൾ നിയമിക്കുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. അപ്പൊ ഈ 3 ഇന്ത്യൻ സിവിൽ സർവീസിന്റെ 3 വർഗീകരണത്തിന്റെയും പ്രത്യേകതകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഈ ഒരു വർഗീകരണത്തിന്റെ 3 വർഗീകരണത്തിന്റെയും പ്രത്യേകതകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പൊ അഖിലേന്ത്യാ സർവീസാണ് 1ാമത്തത്, കേന്ദ്ര സർവീസാണ് 2ാമത്തത്, സംസ്ഥാന സർവീസാണ് 3ാമത്തത്. അപ്പൊ ഈ അഖിലേന്ത്യാ സർവീസും കേന്ദ്ര സർവീസും പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. എന്താ, രണ്ടും ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുക. അഖിലേന്ത്യാ സർവീസ് എന്തായിരിക്കും, കേന്ദ്ര സർവീസിലേക്കോ സംസ്ഥാന സർവീസിലേക്കോ നിയമിക്കും. കേന്ദ്ര സർവീസ് എങ്ങോട്ടേക്ക് മാത്രമാണ്, കേന്ദ്ര ഗവൺമെന്റ് കീഴിലേക്ക് മാത്രം. അഖിലേന്ത്യാ സർവീസിനുള്ള ഉദാഹരണമാണിത്, കിങ് ആൻഡ് കമ്മീഷണർ അഥവാ IAS IPS. അപ്പൊ ഇത് 3 ഉദാഹരണം അടക്കം മക്കളെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണം അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇന്ത്യൻ സിവിൽ സർവീസ് ഇറങ്ങുന്ന ഇന്ത്യയിലുള്ള
ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഇന്ത്യൻ സിവിൽ സർവീസ്. ആ ഇന്ത്യൻ സിവിൽ സർവീസിൽ നമ്മൾ 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ 3 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തരം തിരിച്ചിട്ടുണ്ട്. ഇത് 3ന്റെയും പ്രത്യേകതകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെയാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് UPSC അതുപോലെ PSC ആണ്. വളരെ സിമ്പിൾ ആണ് UPSC യും PSC യും. അപ്പം എന്താ UPSC പറഞ്ഞാല് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കുമുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC ആണ്. അതായത് ഇതിലേക്ക് രണ്ടിലേക്കും, കേന്ദ്ര സർവീസിലേക്കും അതുപോലെ അഖിലേന്ത്യാ സർവീസിലേക്കുള്ളത് ആരാണ്? UPSC. കേട്ടല്ലോ. അപ്പൊ അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുമുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC ആണ്. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും തിരഞ്ഞെടുക്കുന്നത് UPSC. ഈ UPSCക്ക് ഒരു ചെയർമാൻ ഉണ്ടാവും, അതുപോലെ അംഗങ്ങളും ഉണ്ടാവും. ഈ UPSCക്കുള്ള ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന ആരാ? പ്രസിഡന്റ് ആണല്ലോ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ഈ UPSCയിലേക്കുള്ള ചെയർമാനെയും അതേപോലെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? ഈ UPSCയിലേക്കുള്ള ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് 1 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 1 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്? UPSC യും PSC യും. അപ്പൊ UPSCയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? UPSCയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. കേരള PSC എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്ത് നിന്നുണ്ടാവും PSC ഉണ്ടാവില്ല. കേരള PSC, തമിഴ്നാടിന് PSC ഉണ്ടാവും, കർണാടകക്ക്, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ടാവും? PSC ഉണ്ടാവും. അപ്പൊ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? അതത് സംസ്ഥാനങ്ങളിലെ PSC ആണ്. ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? ആ സംസ്ഥാനങ്ങളിലെ ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്? ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. ഫോക്കസ് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് ഒന്ന് ഉദ്യോഗസ്ഥരുടെ സവിശേഷം, അതിന്റെ എക്സ്പ്ലനേഷൻ അടക്കാണ് കേട്ടോ. എക്സ്പ്ലനേഷൻ അടക്കം പഠിക്കണേ. ഈ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ പോലെ എന്ത് ചെയ്യണം? എക്സ്പ്ലനേഷൻ അടക്കം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എക്സ്പ്ലനേഷൻ ആണ്. കാരണം ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 55 നിങ്ങൾക്ക് എന്ത് കാണാം? ഇങ്ങനെ എക്സ്പ്ലനേഷൻ കാണാം. ഈ എക്സ്പ്ലനേഷൻ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വിശദീകരണം അടക്കം എന്ത് ചെയ്യാൻ പഠിച്ചിട്ട്. ആ വിശദീകരണം പഠിക്കാൻ കഴിയാത്തവർ നിങ്ങൾ ശ്രമിച്ചാൽ പറ്റും മക്കൾ. നിങ്ങൾക്ക് ശ്രമിച്ചാൽ എന്ത് ചെയ്യും? പറ്റും. അങ്ങനെ വിശദീകരണം പഠിക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? ഈ പോയിന്റെങ്കിലും എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. മിക്കവാറും ഈ ചാപ്റ്റർ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. പിന്നെ അടുത്ത നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് പൊതുഭരണത്തിന്റെ പ്രാധാന്യമാണ്. പൊതുഭരണത്തിന്റെ പ്രാധാന്യമാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ അടുത്ത ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത് പൊതുഭരണത്തിന്റെ പ്രാധാന്യം. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2 മാർക്കിനോ 4 മാർക്കിനോ എന്ത് ചെയ്തേക്കാം? എക്സാമിന് ചോദിച്ചേക്കാം പൊതുഭരണത്തിന്റെ പ്രാധാന്യം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ വർഗീകരണമാണ്. ഇത്രയുമാണ് നിങ്ങൾക്ക്. അതിനുശേഷം നിങ്ങൾ UPSC PSC ഓരോരോ മാർക്ക് എന്ത് ചെയ്യും? എക്സാമിന് ചോദിച്ചേക്കാം. സിമ്പിളാണ്. UPSC പറഞ്ഞാൽ ഏതിലേക്കുള്ളതാണ്? കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കുള്ള അതിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാനാണ് എന്ത് പറയുന്നത്? നമ്മൾ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? UPSC. അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC ആണ്. സംസ്ഥാന സർവീസിലേക്കുള്ള അത് സംസ്ഥാനങ്ങളിലെ PSC ആണ് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. ഈ UPSCയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആരാ? പ്രസിഡന്റ്, രാഷ്ട്രപതി ആണെങ്കിൽ സംസ്ഥാന സർവീസിലേക്കുള്ള ഇവർ തിരഞ്ഞെടുക്കുന്ന PSCയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഗവർണറാണ്. അത്രയും മനസ്സിലാക്കിയത് സിമ്പിളാണ്. ഇനി ഇതിൽ നോൺ ഫോക്കസ് ഏരിയയിൽ വരുന്നത് ഭരണ നവീകരണം എന്നുള്ളൊരു ടോപ്പിക്കാണ്. നോൺ ഫോക്കസിൽ വരുന്നത് എന്താ? ഭരണ നവീകരണം, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് എന്ത് വരുന്നത്? നോൺ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നോൺ ഫോക്കസ് ഏരിയ 5 കാര്യങ്ങൾ. 1 ഗവേണൻസ്, 2 വിവരാവകാശം, 3 സേവനത്തിനുള്ള അവകാശം, 4 കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, 5 ലോക്പാൽ ലോകായുക്ത. ഇത്രയും കാര്യങ്ങളായി ഭരണ നവീകരണം ഈ ടോപ്പിക് മൊത്തം എഴുതാൻ വരുന്നത് നോൺ ഫോക്കസ് ഏരിയയിലാണ് വരുന്നത്. അപ്പൊ ഫോക്കസ് ഏരിയ മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? നോൺ ഫോക്കസ് ഏരിയ. അല്ലാതെ നമുക്ക് പഠിക്കാനുള്ളത് ഗവേണൻസ്. ഗവേണൻസ് പറഞ്ഞാൽ എന്താണ്? ഭരണരംഗത്തേക്ക് എന്ത് കൊണ്ടുവരിക? ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക? ഭരണരംഗത്ത് ഈ പോയിന്റ് IT എന്നുള്ള ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗവേണൻസ് പറഞ്ഞാൽ എന്താ? സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക? നമ്മുടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പൊതുഭരണം എന്ത് ചെയ്യുമെന്ന് നവീകരിച്ചെടുക്കുക. അതിന് വിളിക്കുന്ന പേരാണ് ഗവേണൻസ്. അതിന് നേട്ടങ്ങളാണ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. നോൺ ഫോക്കസ് ഏരിയ ആണെങ്കിൽ കൂടി ഒരു 3 മാർക്കിന് ഒരു തവണ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഗവേണൻസിന്റെ നേട്ടങ്ങൾ. ഒരു 3 മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഗവേണൻസിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താ?
വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് എന്താണ്? ഈ വിവര സാങ്കേതിക വിദ്യ എന്നുള്ളതാണ് അല്ലെ. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമുക്ക് സേവനം നേടാം. അത് നിങ്ങൾ ഓർത്തു വെക്കുക, വിവര സാങ്കേതിക വിദ്യ എന്നുള്ളത്. അടുത്ത എന്താ? സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. രണ്ടാമത്, സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. അപ്പൊ കാത്തു നിൽക്കേണ്ടതില്ല, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ, നമുക്ക് എന്തെങ്കിലും കാര്യം നമുക്ക് സർക്കാർ ഓഫീസിൽ പോയിട്ട് സാധിക്കേണ്ടത് നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയി. എന്നാൽ ഇന്ന് അതിന്റെ ആവശ്യം നമുക്ക് വളരെ സ്പീഡ് കിട്ടും. പിന്നെന്താ? കുറഞ്ഞ ചിലവിലും വേഗത്തിലും. ഈ പോയിന്റ് ഓർത്ത് വെക്കുക. സർക്കാർ സേവനം കുറഞ്ഞ ചിലവിലും വേഗത്തിലും ലഭിക്കുന്നു. പിന്നെ കാര്യക്ഷമതയും ഗുണമേന്മയും. ഈ 2 പോയിന്റ് ഇതിൽ ഓർത്ത് വെക്കുക. അപ്പൊ ഈ 4 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അവസാനത്തെ പോയിന്റ് എന്താ? ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഈ 4 പോയിന്റ് ആണെന്ത്? ഈ ഗവേണൻസിന്റെ നേട്ടങ്ങൾ. നോൺ ഫോക്കസ് ഏരിയ ആണെങ്കിലും ഫോക്കസ് ഏരിയയിൽ പെടാത്തതാണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക് എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എന്ത്? നോൺ ഫോക്കസ് ഏരിയ. അപ്പൊ എന്താ? ഓരോ പോയിന്റിലും ഇങ്ങനെയുള്ള ചില സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അത് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? പോയിന്റ് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാം. അപ്പൊ എന്ത് ചെയ്യുക? ഒന്നാമത്തെ പോയിന്റ് എന്താ? വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ എന്നുള്ള ഓർത്തോ. വിവര സാങ്കേതിക വിദ്യ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. രണ്ടാമത് എന്താ? സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്തത്, സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. കുറഞ്ഞ ചെലവും സ്പീഡും വേഗത്തിലും എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. പിന്നെ ഓഫീസുകളുടെ കാര്യക്ഷമതയും ഗുണമേന്മയും, സേവനത്തിന്റെ ഗുണമേന്മയും എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അപ്പൊ കാര്യക്ഷമതയും ഗുണമേന്മയും അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ വേണം സോഷ്യൽ സയൻസ് പഠിക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് ഈ സോഷ്യൽ സയൻസ് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ഒരു ടെക്നിക്കാണിത്. അതായത് നിങ്ങൾ പോയിന്റ് ആക്കി പഠിച്ചാൽ മതി. പോയിന്റ് ആക്കി പഠിച്ചിട്ട് പോയിന്റ് ആക്കി എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. വിവരിക്കാന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതാം. പോയിന്റ് ആക്കിയാൽ എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്ന് ആരോ ഒന്ന് കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പോയിന്റ് ആക്കി എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. പേടിക്കേണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പോയിന്റ് ആക്കിയിട്ടാണെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ മതി. അതിൽ എന്ത് ചെയ്താൽ മതി? കാര്യങ്ങൾ ഉണ്ടായാൽ മതി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോയിന്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാം? എഴുതാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പോയിന്റ് പഠിക്കുമ്പോഴും അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ അതെന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ വിവര സാങ്കേതിക വിദ്യ കാത്തു നിൽക്കേണ്ടതില്ല. കുറഞ്ഞ ചെലവും വേഗത്തിലും കാര്യക്ഷമതയും ഗുണമേന്മയും. അപ്പോൾ ഈ പോയിന്റുകൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തലച്ചോറിലേക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് വെച്ച് എക്സാം ചെയ്തുമ്പോൾ ആ പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓർമ്മ കിട്ടണം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താ? സോഷ്യൽ സയൻസ് പഠിക്കാൻ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് വായിക്കണം. നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സോഷ്യൽ സയൻസ് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ ഗവേണൻസിന്റെ നേട്ടങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ഗവേണൻസിന്റെ നേട്ടങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് എന്ത്? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിന് വർഷം ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വിവരാവകാശ നിയമം 2005. വിവരാവകാശ നിയമം 2005 അല്ലെ. 2005 എന്ത് ചെയ്തത്? വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. അപ്പൊ 2005 പുറത്തിറക്കി. ഇതെന്താണ്? രാജ്യത്തെ പൗരന്മാർക്ക് വിവരങ്ങളെല്ലാം അറിയാനുള്ള അവകാശം. അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയാനുള്ള അവകാശമാണ് എന്ത്? വിവരാവകാശ നിയമം. അപ്പൊ നിങ്ങൾ ഈ ഓറഞ്ച് ബോക്സിൽ ഇത് കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. വർഷം ഓർത്ത് വെക്കട്ടെ. എന്താ? ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാം. ഇതിനുള്ള അവസരം ഒരുക്കിയത് ഏതാണ്? 2005 പാസ്സായിട്ടുള്ള വിവരാവകാശ നിയമമാണ്. അപ്പൊ ഈ ഓറഞ്ച് ബോക്സ് നിങ്ങൾ കാണുന്നത് മാത്രം പഠിച്ചാൽ മതി. ആ വർഷവും ഓർത്ത് വെക്കുക. എന്താണ്? നമ്മുടെ രാജ്യത്ത് ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. ആ സർക്കാർ സ്ഥാപനം നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാനുള്ള അവകാശത്തെ വിളിക്കുന്ന പേരാണെന്ത്? വിവരാവകാശ നിയമം. 2005 വിവരാവകാശ നിയമം. ഈ ഒരു ഓറഞ്ച് ബോക്സിലുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. വർഷം ചിലപ്പോൾ ഒരു മാർക്ക് ചോദിച്ചേക്കാം. 1 or 2 മാർക്കിന് എന്ത് ചെയ്തേക്കാം? ചോദിച്ചേക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. 1 or 2 മാർക്കിന് എന്ത് ചെയ്തേക്കാം? ചോദിച്ചേക്കാം. 1 or 2 മാർക്കിന് എന്ത് ചെയ്യാം? ചോദിച്ചേക്കാം. അപ്പൊ വിവരാവകാശ നിയമത്തെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഏതൊരു സർക്കാർ സ്ഥാപനത്തിലും അവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരായാം. ഇതിനുള്ള അവസരം ഒരുക്കിയതാണ് 2005 വിവരാവകാശ നിയമമാണ്. അപ്പോൾ നമുക്ക് സർക്കാർ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനുള്ള അവകാശത്തെ വിളിക്കുന്ന പേരാണെന്ത്? വിവരാവകാശ നിയമം. അടുത്തത് വിവരാവകാശ കമ്മീഷനാണ് അല്ലെ. അതായത് ഈ വിവരാവകാശ നിയമം ഏത് വർഷമാണ്? 2005 പാസ്സായിട്ടുള്ള വിവരാവകാശ നിയമത്തിൽ അത് എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കേണ്ടത്, അതിനുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം കാര്യങ്ങളും തീരുമാനിക്കുന്ന കമ്മീഷനാണ് ഇത് വിവരാവകാശ കമ്മീഷൻ. അതായത് ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെയൊക്കെ ഏതൊക്കെ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അത് തിരിച്ചു കൊടുക്കണം, അത്തരം കാര്യങ്ങൾ
ാക്കിയിട്ടുള്ള കമ്മീഷനാണ് ഇത് വിവരാവകാശ കമ്മീഷൻ. അപ്പൊ വിവരാവകാശ നിയമം ഓർത്ത് വെക്കുക, വിവരാവകാശ കമ്മീഷൻ എടുത്ത് വെക്കുക അല്ലെ. നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, രൂപം നൽകിയിട്ടുണ്ട്. അതായത് എന്താണ്, ഏതൊക്കെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് ഏതൊക്കെ സേവനങ്ങൾ ആണ് ലഭിക്കുന്നത്, ആ സർക്കാർ ഓഫീസിൽ എത്രയെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണ്, വിവരാവകാശ കമ്മീഷനാണ്. അടുത്തത് സേവനാവകാശമാണ്. സേവനാവകാശം എന്ന് പറഞ്ഞാൽ എന്താ, സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരം ഒരുക്കുന്ന നിയമത്തെ വിളിക്കുന്ന പേരാണെന്ത്, സേവനാവകാശ നിയമം. അപ്പൊ സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരം ഒരുക്കുന്ന നിയമത്തെ വിളിക്കുന്ന പേരാണെന്ത്, സേവനാവകാശ നിയമം. അത് ജസ്റ്റ് മനസ്സിലാക്കുക. അതായത് സർക്കാർ ഓഫീസ് എന്ത് ചെയ്യും, ഒരുപാട് സേവനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഓരോ ഓഫീസും എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് തരിക, അത് മനസ്സിലാക്കാനുള്ള ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു അവകാശമാണ് എന്ത്, സേവനാവകാശം. ഇനി നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതായത് സർക്കാർ തലത്തിൽ അഴിമതികൾ ഒരുപാട് നടക്കുന്നുണ്ട് അല്ലേ, അത് കുറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നുള്ള 3 എണ്ണമാണ്. ഒന്ന് ലോക്പാൽ ലോകായുക്ത, രണ്ടാമത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, മൂന്നാമത്തത് ഓംബുഡ്സ്മാൻ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. 3 കൂടി ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു 6 മാർക്കിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. 3 കൂടി ലോക്പാൽ ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ, ഇതിന് 3നെയും കൂടി കൂട്ടിയിട്ട് ഒരു തവണ എന്ത് ചെയ്തിട്ടുണ്ട്, 6 മാർക്കിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 3 കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട്, അതായത് ലോക്പാൽ ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ. അതായത് ഇത് 3 എന്താണ്, നമ്മുടെ സർക്കാർ തലത്തിൽ ഭരണരംഗത്തിലെ അഴിമതി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ത്, ഇത് ഭരണരംഗത്തെ അഴിമതി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതൊക്കെ, ലോക്പാൽ ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ. ഇത് 3ന്റെയും കൂടിയുള്ള പ്രത്യേകത എന്ത് ചെയ്തേക്കാം, എക്സാമിന് ഒരു 6 മാർക്കിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അപ്പൊ ഇത് 3 കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണോ, സെറ്റ് ആണോ? യെസ്. അപ്പൊ 3 എന്താ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ലോക്പാൽ ലോക്പാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കേന്ദ്ര അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കീഴിലും, അതേപോലെ ലോകായുക്ത എന്ന് പറഞ്ഞാൽ എന്താ, സംസ്ഥാന. ഈ 3 പോയിന്റാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് അല്ലെ. അതായത് ലോക്പാൽ ലോകായുക്ത എന്താണ്, ഇന്ത്യയിലെ അഴിമതി കുറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ത്, ലോക്പാലും ലോകായുക്തയും. ലോക്പാൽ പറഞ്ഞാൽ എന്താ, കേന്ദ്ര ലെവലിലും, അതായത് കേന്ദ്ര സർക്കാരിന്റെ ലെവലിലും, അതായത് ലോകായുക്ത എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ലോകായുക്ത ഉള്ളത്. പിന്നെ ഇവരെന്താ, ജുഡീഷ്യൽ പ്രൊസീജിയർ, അതായത് ഒരു കോടതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതേപോലെയാണ് എന്ത് പ്രവർത്തിക്കുക, ലോക്പാലും ലോകായുക്തയും എന്ത് ചെയ്യുന്നത്, ജുഡീഷ്യൽ സംവിധാനത്തിലാണ്. ജുഡീഷ്യൽ എന്നുള്ള പോയിന്റ് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. ജുഡീഷ്യൽ എന്നുള്ള പേരും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ഈ 4 പോയിന്റാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ ഓർത്ത് വെക്കേണ്ടത്. അപ്പം അഴിമതി കുറയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ത്, ലോക്പാലും ലോകായുക്തയും. കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര തലത്തിലുള്ളത് ലോക്പാലാണ്, സംസ്ഥാന തലത്തിലുള്ളത് എന്താണ്, ലോകായുക്തയാണ്. ജുഡീഷ്യൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു കോടതി പ്രവർത്തിക്കുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്, ലോക്പാലും ലോകായുക്തയും പ്രവർത്തിക്കുന്നത്. ഈ 4 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തതാണെന്ത്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. നിങ്ങൾ വിജിലൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, പല സിനിമയിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വിജിലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ 1964 1964 അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കേന്ദ്ര സർക്കാരിന് കീഴിലാണ്. അപ്പൊ കേന്ദ്ര ലെവലിലുള്ളതാണ് എന്ത്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇതേപോലെ തന്നെ എന്താണ്, സംസ്ഥാന ലെവലിൽ എന്തുണ്ട്, സംസ്ഥാന വിജിലൻസ് കമ്മീഷനുകളുണ്ട്. അപ്പോൾ 1964 എന്ത് ചെയ്തത്, ഉദ്യോഗസ്ഥരുടെ ഇടയിലുള്ള അഴിമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എന്ത് ആരംഭിച്ചത്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഉദ്യോഗസ്ഥർ മാത്രമല്ല, രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ആളുകൾ, MLA മാരും MP മാരും അതേപോലെ വാർഡ് മെമ്പർ, ഇവരൊക്കെ എന്താണ് അഴിമതി നടത്തുകയാണെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാനുള്ള സ്ഥലമാണ് എന്ത്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. നിങ്ങൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ 1964 എന്ത് ചെയ്തത്, സെൻട്രൽ വിജിലൻസ് അഥവാ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുള്ളത്, ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ സംസ്ഥാന തലത്തിൽ എന്തുണ്ട്, വിജിലൻസ് കമ്മീഷൻ ഉണ്ട്. സംസ്ഥാന തലത്തിൽ എന്തുണ്ട്, വിജിലൻസ് കമ്മീഷൻ ഉണ്ട്. ഈ വിജിലൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്, വിജിലൻസ് കോടതികളാണ് കേട്ടോ. വിജിലൻസ് കോടതികളാണ് എന്ത് ചെയ്യുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, 1964 എന്ത് ചെയ്തത്, കേന്ദ്ര തലത്തിൽ എന്ത് ചെയ്തത്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആരംഭിച്ചത്. അതായത് എന്താണ്, ഈ ഉദ്യോഗസ്ഥ ബന്ധത്തിലെ ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയക്കാരോ ഒക്കെ എന്ത് ചെയ്യുക, കൈക്കൂലി വാങ്ങുകയാണെങ്കിൽ അതിന് എതിരായിട്ട്, അത് അവരെ പിടിക്കാൻ, അവർക്കെതിരായിട്ട് പരാതി നൽകാനുള്ള സംവിധാനമാണ് എന്ത്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പം ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. സംസ്ഥാന തലത്തിലുണ്ട്. പിന്നെ വിജിലൻസ് കോടതികളുണ്ട്. ഈ വിജിലൻസിൽ ഒരാളെ പിടിച്ചാൽ വിജിലൻസ് കമ്മീഷൻ എന്ത് ചെയ്യാണ്, ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാണ്, കൈക്കൂലി വാങ്ങി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക എവിടെയാണ്, വിജിലൻസ് കോടതിയിലാണ്. അപ്പൊ ഈ 3 പോയിന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൽ ഓർത്തു വെക്കുക. അടുത്തതാണ് എന്ത്, ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓംബുഡ്സ്മാൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അതായത്
നമുക്കറിയാം എന്താണ് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും എന്തുണ്ട് ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥന് പക്ഷാപാതം എന്ത് ചെയ്യുക, അത് ഏതെങ്കിലും ആൾക്കാരോട് മാത്രം എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അഴിമതി കാണിക്കുക. അപ്പൊ അത്തരത്തിലുള്ള പരാതികളൊക്കെ വന്നാൽ അത് അന്വേഷിക്കാനാണ് ആരുള്ളത്? ഓംബുഡ്സ്മാൻ ഉള്ളത്. അപ്പൊ റിട്ടയർ ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിക്കാണ്, അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിക്കാണ് എന്ത് ഈ ഒരു ഓംബുഡ്സ്മാൻ ആവാനുള്ള ഒരു അവകാശം ഉള്ളത്. അതായത് ഒരു ക്വാളിറ്റി, അതായത് അതിനുള്ള ക്വാളിഫിക്കേഷൻ യോഗ്യത എന്താണ്? റിട്ടയർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയാണ്. അപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയാണ് എന്ത് ചെയ്യുക? ഓംബുഡ്സ്മാൻ ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്, അതായത് അയാൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നു, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് അല്ലെങ്കിൽ പരാതി എന്ത് ചെയ്യാണ് വരികയാണെങ്കിൽ അത് ആ പരാതി അന്വേഷിക്കാനായിട്ടാണ് ആരുള്ളത്? ഓംബുഡ്സ്മാൻ ഉള്ളത്. റിട്ടയർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയാണ് ആരായിട്ട് വരിക? ഓംബുഡ്സ്മാൻ ആയിട്ട് വരിക. പ്രധാനമായിട്ടും ബാങ്കിങ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായിട്ട് എന്താ ആരംഭിച്ചത്? ഓംബുഡ്സ്മാൻ വന്നത്. തുടക്കകാലത്ത് എന്തായിരുന്നു? ഫസ്റ്റ് വന്നത് എന്തിനായിട്ട്? ഓംബുഡ്സ്മാൻ എന്താ? ബാങ്കിങ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കും. ബാങ്കിങ് രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതായത് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തത്, അല്ലെങ്കിൽ ലോണിന്റെ ഫുൾ പൈസ അടിച്ചിട്ട് ബാങ്ക് എന്ത് ചെയ്യണം, ലോൺ അടച്ചതുള്ള റസീത് നൽകാത്തത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ബാങ്കിങ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമാണ് എന്ത് വന്നത്? ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. അപ്പോൾ ഓംബുഡ്സ്മാൻ ആവാനുള്ള യോഗ്യത എന്താണ്? റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ആവുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഓംബുഡ്സ്മാൻ എന്താ കിട്ടിയ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനും ആ പരാതി സത്യമാണെന്ന് തെളിഞ്ഞാൽ അതിനെതിരായിട്ട് അതിനെതിരായിട്ട് ആക്ഷൻ എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഓംബുഡ്സ്മാൻ ഉണ്ട്. ഓംബുഡ്സ്മാൻ പരാതിയാണ്, ഇന്ന ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഓംബുഡ്സ്മാൻ അത് അന്വേഷിച്ച് അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ അതിന് വേണ്ട പരാതി കേട്ട് അന്വേഷിച്ചത് സത്യമാണെന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? ഓംബുഡ്സ്മാന്. നടപടി സ്വീകരിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? ഓംബുഡ്സ്മാൻ ഉണ്ട്. അപ്പൊ ഈ മൂന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ 6 മാർക്ക് ചോദിച്ചേക്കാം. ലോക്പാൽ, ലോകായുക്ത, അതേപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ അവസാനം പഠിക്കുന്നത് ഒന്ന് ഓംബുഡ്സ്മാൻ ആണ്, ഒന്ന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ്, ഒന്ന് ലോക്പാൽ, ലോകായുക്ത. ഈ അവസാനമായിട്ട് ഈ 3, അതായത് നമ്മുടെ ഭരണരംഗത്ത് ഒരുപാട് അഴിമതി ഉണ്ട്. ഭരണരംഗത്ത് അഴിമതി തടയാൻ വേണ്ടി കൊണ്ടുവന്നുള്ള 3 സംവിധാനങ്ങളാണ് ഇതൊക്കെ: ലോക്പാൽ, ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ. 3 പ്രവർത്തനങ്ങൾ ഒരുപോലെയാണ്. എന്താണ്? അഴിമതിക്കെതിരായിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ സർക്കാർ തലത്തിൽ ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയക്കാരോ അഴിമതി നടത്തുക ആണെങ്കിൽ അത് അന്വേഷിക്കാനും അവർക്കെതിരായിട്ട് നടപടികൾ സ്വീകരിക്കാനുമാണ് ആരുള്ളത്? ലോക്പാൽ, ലോകായുക്തയും അതേപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനും ഓംബുഡ്സ്മാനും. അപ്പോൾ ഈ ലോക്പാൽ, ലോകായുക്ത എന്നാണ് ഒരു കോടതി പോലെയാണ് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്താണ്? ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലേ? സർക്കാരിന് കീഴിൽ, കേന്ദ്ര സർക്കാരിന് കീഴിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനും അതേപോലെ സംസ്ഥാന സർക്കാരിന് കീഴിൽ എന്താ? സംസ്ഥാന വിജിലൻസ് കമ്മീഷനും ഉണ്ട്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ 1964 എന്ത് ചെയ്തിട്ടുള്ളത്? ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ ഓംബുഡ്സ്മാൻ എന്താ? റിട്ടയർഡ് ആയിട്ട് ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് എന്ത് ചെയ്യുക? ഓംബുഡ്സ്മാൻ ആയിട്ട് ആവാനുള്ള അവകാശമുള്ളത്. പിന്നെ എന്താണ് ഓംബുഡ്സ്മാൻ മറ്റു പ്രത്യേകത? എന്താണ്? അതായത് പക്ഷാപാതം, അഴിമതി, ഉദ്യോഗസ്ഥർക്കിടയിലുള്ള പക്ഷാപാതവും അഴിമതിയും ഒക്കെ അന്വേഷിക്കാനാണ് ആരുള്ളത്? ഓംബുഡ്സ്മാൻ ഉള്ളത്. അത് മാത്രമല്ല, പിന്നെ ഓംബുഡ്സ്മാൻ ചെയ്യുന്നത് എന്താണ്? ഈ പരാതി കിട്ടുകയും പരാതി അന്വേഷിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യാനൊക്കെയുള്ള അധികാരം ആർക്കുണ്ട്? ഓംബുഡ്സ്മാൻ ഉണ്ട്. തുടക്കകാലത്ത് എന്താണ്? ബാങ്കിങ് രംഗത്താണ് എന്തുണ്ടായിരുന്നത്? ഓംബുഡ്സ്മാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കണം. അപ്പോൾ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ടത്. ഒന്ന്, പൊതുഭരണത്തിന്റെ പ്രാധാന്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുഭരണത്തിന് പ്രാധാന്യം നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അതേപോലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വർഗീകരണത്തെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. പിന്നെ അടുത്തതാണ് നിങ്ങൾക്ക് എന്ത് പഠിക്കണം? ഈ ഗവേണൻസിന്റെ നേട്ടങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. അടുത്തത് ഈ 3, അതായത് ലോക്പാൽ, ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പഠിക്കണം. അത് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒന്ന്, പൊതുഭരണത്തിന്റെ സവിശേഷത, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വർഗീകരണം, പിന്നെ അതേപോലെ തന്നെ ഈ ഗവേണൻസിന്റെ നേട്ടങ്ങൾ. സെറ്റാണല്ലോ? ഓക്കെ ആണ്. ഇത് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ത് ഇത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോന്നും എന്ത് ചെയ്യുക? ഓരോ പോയിന്റ് ഓർത്ത് വെക്കുക. അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഈ ഗവേണൻസ് നേട്ടങ്ങൾ പഠിച്ച പോലെ ഓരോന്നും എന്ത് ചെയ്യുക? ഓരോ പോയിന്റ് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. നന്നായിട്ട് വായിച്ച് നോക്കണം. സോഷ്യൽ സയൻസ് പഠിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിക്കണം, മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ? കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഈ ഗവേണൻസ് എന്താണെന്ന് പഠിക്കുന്നു, ഈ ഗവേണൻസിന്റെ നേട്ടങ്ങൾ പഠിക്കുന്നു. അല്ലെ? ഉദ്യോഗസ്ഥ വൃന്ദം എന്താണെന്ന് പഠിക്കുന്നു, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ പഠിക്കുന്നു. പൊതുഭരണം എന്താണെന്ന് പഠിക്കുന്നു, പൊതുഭരണത്തിന്റെ സവിശേഷതകൾ പഠിക്കുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. നമ്മൾ ചാപ്റ്റർ ഫസ്റ്റ് പൊതുഭരണം എന്താണെന്ന് പഠിച്ചു, പൊതുഭരണത്തിന്റെ സവിശേഷത പഠിച്ചു, ഉദ്യോഗസ്ഥ
ഉദ്യോഗസ്ഥ വൃന്ദം എന്താണെന്ന് പഠിച്ചു, ഉദ്യോഗസ്ഥ വൃന്ദ സവിശേഷത പഠിച്ചു, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് വർഗീകരണം പഠിച്ചു. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വളരെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. അവസാന ഒറ്റ തവണ കൂടി ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഒന്ന്, പൊതുഭരണത്തിന്റെ പ്രാധാന്യം, പൊതുഭരണം എന്താണെന്നുള്ളത് ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കും, പൊതുഭരണത്തിന്റെ പ്രാധാന്യം. അടുത്ത, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത നിങ്ങൾ പഠിക്കണം. പിന്നെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വർഗീകരണം നിങ്ങൾ പഠിക്കണം. പിന്നെ UPSC PSC ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഗവേണൻസിലെ നേട്ടങ്ങൾ, ഇത്രയും നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ. സമയം ഇനിയും അതിക്രമിച്ചിട്ട് നിങ്ങൾ മുന്നിൽ ഇനി ഒരുപാട് സമയമുണ്ട്. നിങ്ങൾ കൊണ്ട് A+ വാങ്ങാൻ പറ്റും. നിങ്ങളുടെ കൂടെ ആരുണ്ട്? എജ്യൂബോർഡ് ഉണ്ട്. എജ്യൂബോർഡിന്റെ ലൈവ് ക്ലാസ് കാണുക, എജ്യൂബോർഡ് അപ്ലോഡ് ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ് കാണുക, എജ്യൂബോർഡിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക, എങ്ങനെ ചോദ്യം ചോദിക്കുക എന്നുള്ളത്. നിങ്ങളുടെ സജഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതിനൊക്കെ പുറമെ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുവാണ് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. എജ്യൂബോർഡ് ലൈവ് കാണുക, എജ്യൂബോർഡിന്റെ റെക്കോർഡ് ക്ലാസ് കാണുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് വെക്കുക. ഇത്രയും നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഈ രീതി പഠിച്ചെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ളായിട്ട് A+ വാങ്ങാൻ പറ്റും. സോ ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബാക്കി നമ്മൾ ഇനിയുള്ള സെഷൻസിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യും, ലിങ്ക് അയച്ചു കൊടുത്തിട്ട് എല്ലാവരോടും എന്ത് ചെയ്യുക, വീഡിയോ കാണാൻ പറയാം. സോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.